കോഴിക്കോട് മുഹമ്മദ് അസ്ലം നമ്മോടൊപ്പം ചേരുന്നു. അസ്ലം, ഈ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർക്ക് സാധ്യത എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല? 5 മന്ത്രിമാരുണ്ടായിരുന്ന പാർട്ടിയാണല്ലോ. അതിൽ കൂടുതൽ ചോദിക്കുന്നതിനെ കുറിച്ചാണോ ഇപ്പോൾ ഡിസ്കഷൻ ഉണ്ടാവേണ്ടത്, അതോ 5 മന്ത്രിമാർ തന്നെയും വേണമോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച UDF-നകത്തുണ്ടോ? ഇല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന 21 MLA-മാരാണ് കഴിഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടായിരുന്ന 5 അത് 22-ലേക്ക് എത്തുമ്പോൾ 5 തന്നെയായിരിക്കും സാധ്യത എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ കൂടുതൽ ചോദിക്കുമോ എന്ന കാര്യത്തിൽ ലീഗിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തില്ല. എന്ന് സാധിക്കില്ല തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പക്ഷേ അതിലായിരിക്കും ഒരു അത്തരം നേതൃത്വ തീരുമാനത്തിലേക്ക് വരിക. അതേസമയം കാരണം 63 സീറ്റ് കോൺഗ്രസ് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ 22 സീറ്റ് കോൺഗ്രസ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലേക്ക് വരുമ്പോൾ 21 എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നമ്പർ ഭരണത്തിലേക്ക് ഒരു നിർണായകമായിരുന്നു. ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി കോൺഗ്രസ് സീറ്റുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ 5 മന്ത്രിസ്ഥാനം എന്നതും അതോടൊപ്പം തന്നെ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത്തരം പോലുള്ളൊരു പദവിയിലേക്ക് കൂടെ ആയിരിക്കും ചോദിക്കാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അർത്ഥത്തിലാണ് 5 മന്ത്രിമാരുടെ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ ലീഗിനകത്ത് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും PK കുഞ്ഞാലിക്കുട്ടി തന്നെയായിരിക്കും ആ സ്ക്വാഡിനെ ലീഡ് ചെയ്യുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചാണ് ഇനി ചർച്ചകൾ രൂപപ്പെടുത്തി വരേണ്ടത്. എന്തായാലും ലീഗ് അക്കാര്യത്തിൽ ചോദ്യം ഉന്നയിക്കുമോ? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചകൾ കഴിഞ്ഞ ശേഷം മാത്രമേ അതിലേക്ക് കോൺഗ്രസിനും UDF-നും കടക്കാൻ കഴിയുന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. എന്തായാലും അത്തരമൊരു സാധ്യത ഉപമുഖ്യമന്ത്രി ഇനിയിപ്പോ ശരി, അപ്പൊ 5 മന്ത്രിമാർക്ക് സാധ്യത എന്ന് കണ്ടത് 5 മന്ത്രിമാരിൽ ലിമിറ്റ് ചെയ്യാനുള്ള സാധ്യത എന്നാണ് വായിക്കേണ്ടത്, അല്ല 5 കിട്ടിയേക്കുമെന്നല്ല. അല്ല 5 കിട്ടിയേക്കും എന്നുള്ളതല്ല, 5 ലിമിറ്റ് ചെയ്യപ്പെടാം, 5 ഉറപ്പ്. യെസ്, ഓക്കെ. അല്ല അസ്ലം, അപ്പൊ ഇനി സ്ക്വാഡിന്റെ ഡീറ്റെയിൽസ് പറയാമോ? ആരൊക്കെയായിരിക്കും? PK കുഞ്ഞാലിക്കുട്ടി തന്നെ ആയിരിക്കും സ്ക്വാഡിന്റെ ലീഡർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ആ പദവി തരത്തിൽ തന്നെ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. മന്ത്രിസഭ രണ്ടാമനായി തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകളുമായി അദ്ദേഹം തന്നെ ഉണ്ടാവും. മറ്റൊന്ന് ഉറപ്പിച്ചു എന്ന് പറയാൻ പറ്റുന്നത് KM ഷാജി തന്നെയാണ്. KM ഷാജി ലീഗിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, സംസ്ഥാന സെക്രട്ടറിയാണ്. നമുക്കറിയാം, ഒരു ലീഗിനകത്ത് പക്ഷം എന്ന അർത്ഥത്തിലുണ്ടെങ്കിൽ അതൊരു MK മുനീർ പക്ഷം ഉണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. MK മുനീർ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തന്നെ ആ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. വേങ്ങരയിൽ നിന്ന് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. മറ്റൊന്ന്, ലീഗിൽ ഇതുവരെ പിന്നെ മുന്നോട്ട് സ്ഥിരം അല്ലെങ്കിൽ സിറ്റിംഗ് MLA-മാരിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച N ഷംസുദ്ദീന് ഒരു പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് ലഭിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 4ാമത്തെ തവണയാണ് N ഷംസുദ്ദീൻ മണ്ണാർക്കാട് ജയിക്കുന്നത്. ഒരുപക്ഷെ 3 തവണ കഴിഞ്ഞാൽ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒഴിവാക്കേണ്ടതാണ്. അതേസമയം മന്ത്രിസ്ഥാനം കൂടി പരിഗണനയിൽ വെച്ചുകൊണ്ടാണ് സാദിഖലി തങ്ങൾ N ഷംസുദ്ദീനെ വീണ്ടും അവസരം നൽകിയതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് തന്നെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ തന്നെ കിട്ടുന്ന രീതിയിലായിരിക്കും N ഷംസുദ്ദീൻ മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. പിന്നെയുള്ളത് PK ബഷീറാണ്. PK ബഷീർ മലപ്പുറത്ത് തന്നെയുള്ളൊരു MLA, ഏറനാട് എന്നുള്ള MLA ആണ്. അദ്ദേഹവും ഭരണപരിചയമുള്ള, അതോടൊപ്പം തന്നെ മുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹവും 4ാം തവണയാണ് MLA ആവുന്നത്. അദ്ദേഹത്തിനും ഒരുപക്ഷെ ഏറെക്കുറെ ഉറപ്പെന്ന് പറയാൻ പറ്റും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിലുള്ള ഒരാളാണ് PK ബഷീർ. മലപ്പുറത്തുള്ള മറ്റൊരു പരിഗണനാ പട്ടികയിൽ പറയാൻ പറ്റുന്ന ഒരു പേര് എന്ന് പറയുന്ന ആബിദ് ഹുസൈൻ തങ്ങളാണ്. അതേസമയം തന്നെ മലപ്പുറത്ത് തന്നെ കൂടുതൽ MLA-മാരുണ്ടാവാനുള്ള സാധ്യതയില്ലാത്തതിന് അദ്ദേഹത്തിന് സാധ്യത കുറവാണ്. എന്നാൽ പോലും പരിഗണനാ പട്ടികയിൽ ആബിദ് ഹുസൈൻ തങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുതയാണ്. പിന്നെയുള്ള മലപ്പുറം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ MLA-മാർ മത്സരിച്ച എല്ലാ MLA-മാരും വിജയിച്ചത് കോഴിക്കോട് തന്നെയാണ്. കോഴിക്കോട് 6 പേരാണ് മത്സരിച്ചത്. ഫാത്തിമ താഹിലി അടക്കം ഏക വനിതാ MLA അടക്കം അവിടെ നിന്ന് വിജയിച്ചു കയറി. സ്വാഭാവികമായിട്ടും കോഴിക്കോടിനൊരു ആ അർത്ഥത്തിലൊരു പരിഗണന ഉണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത്. MK മുനീർ എപ്പോഴും കോഴിക്കോട് നിന്നുള്ള MLA മന്ത്രിയായി ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ 2 പരിഗണനകളാണുള്ളത്. ഒന്ന് പാറക്കൽ അബ്ദുള്ള 2ാം തവണയാണ് മന്ത്രിയാവുന്നത്, MLA ആവുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മാത്രമല്ല വടകര മേഖലയിൽ CPM-നോട് എതിരിട്ട് നിന്ന് ശക്തമായി തന്നെ കഴിഞ്ഞ പിന്നോട്ട് തോറ്റെങ്കിൽ പോലും ശക്തമായി സാന്നിധ്യമായി നിന്നുകൊണ്ട് വീണ്ടും വിജയിച്ച് കയറിയ എന്നതിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ആദ്യ പരിഗണന ലഭിക്കാൻ സാധ്യത. MA റസാഖ് മാസ്റ്ററും പരിഗണന പട്ടികയിലുണ്ട്. അദ്ദേഹം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാണ്. അതോടൊപ്പം തന്നെ പാറക്കലിനൊപ്പം തന്നെ ലീഗിൽ സീനിയോറിറ്റിയുള്ള ഒരു നേതാവാണ്. പലപ്പോഴും പിന്നെ ലീഗിന് പിന്നെ കാസർഗോഡ് എന്നുള്ള ഉത്തര മലബാർ എന്നുള്ള പ്രതിനിധിയെ പരിഗണിക്കാറുണ്ട്. ആ അർത്ഥത്തിലാണ് AKM അഷ്റഫിന്റെ പേര് വരുന്നത്. അതേസമയം തന്നെ 6 MLA-മാർ ജയിച്ച ഒരു ജില്ലയിൽ നിന്നും കോഴിക്കോട്ട് പരിഗണന കൊടുക്കാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ വേറെന്തെങ്കിലും പൊസിഷൻ, ഈ പറഞ്ഞ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോലെ വേറെന്തെങ്കിലും പൊസിഷനുകൾ ഈ ഒരു ഉഭയ ചർച്ചയുടെ ഭാഗമായി UDF-ന് ലഭിക്കുകയാണെങ്കിൽ അത്തരമൊരു സാധ്യത ഒരുപക്ഷെ AKM അഷ്റഫിനെ കാത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. എന്തായാലും 5 മന്ത്രിമാരും ഒരു പ്രധാനപ്പെട്ട മറ്റൊരു പദവി കൂടി ലീഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആർത്തിയുള്ള ചർച്ചയിലേക്ക് മുന്നോട്ട് പോകാം. നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് കോൺഗ്രസ് അതിലൊരു തീരുമാനത്തിലെത്തിയാൽ മാത്രമേ മറ്റു ചർച്ചകളിലേക്ക് പോകാൻ കഴിയുള്ളൂ. എന്തായാലും ലീഗ് നേതാക്കൾ തമ്മിൽ അനൗദ്യോഗികമായ ആശയവിനിമയം നടക്കുന്നുണ്ട്. കോഴിക്കോട് അസ്ലം, ഞാൻ പെട്ടെന്ന് കാര്യം ചോദിക്കട്ടെ, കുറച്ച് കടത്തി ചോദിക്കുകയാണ്. പോർട്ട്ഫോളിയോ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ ലീഗിന്റെ പണ്ടുണ്ടായിരുന്നൊക്കെ തന്നെ തുടരാനുള്ള സ്ഥിരം ഒരു
കുറച്ച് നാളായിട്ടുള്ള ഒരു സ്ഥിരം പാറ്റേൺ എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ്, IT വകുപ്പ് ഉൾപ്പെടെയുള്ള പിന്നെ ന്യൂനപക്ഷ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസം ലീഗിന്റെ വകുപ്പ് തന്നെയായിരുന്നു, പൊതുമരാമത്ത് വകുപ്പുണ്ടായിരുന്നു, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളാണ് ശരിക്കും ലീഗിന്റെ വകുപ്പുകളായിട്ടുള്ളത്. അതിൽ ചില മാറ്റങ്ങൾ ഒരുപക്ഷെ ഇത്തവണ ഉണ്ടായിരിക്കുമെന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന അഭിപ്രായം ഈ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നല്ലൊരു മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കിട്ടുകയാണെങ്കിൽ വിദ്യാഭ്യാസം വിട്ടുകൊടുക്കുന്നതിനും ലീഗിനും വലിയ പ്രശ്നമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റവന്യൂ പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസം വിട്ടുകൊടുക്കുന്നതിനും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. പക്ഷേ തദ്ദേശ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായം, IT ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്തായാലും സ്ഥിരം വകുപ്പുകളായിട്ട് തന്നെ ഉണ്ടാവും എന്നാണ് കരുതുന്നത്. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായി കൂടി വരുമോ എന്നുള്ളതാണ് ഒരു ഏറ്റവും എനിക്ക് തോന്നുന്നത് ലീഗിനെ സംബന്ധിച്ച് എപ്പോഴുള്ള പ്രശ്നം നമ്മൾ ചോദിക്കുന്നത് കുഴപ്പമാകുമെന്ന് വിചാരിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ. ആ സന്ദർഭം മാറി എന്ന് തോന്നുന്നു. കേരളത്തിൽ അത്തരമുള്ള എല്ലാ പോളറൈസേഷൻ സാധ്യതകളുടെയും ജനം മറികടന്നു. 5ാം മന്ത്രി എന്ന് പറഞ്ഞ് കേരളത്തിൽ നടന്ന ഒരു അത് ഈ തെരഞ്ഞെടുപ്പിൽ ഓർമ്മിപ്പിക്കാൻ പ്രതിലോമകരമാണ് എന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ അന്ന് പക്ഷേ അതിനെക്കുറിച്ച് വേറെ രീതിയിലൊക്കെ ആയിരുന്നു എന്ന് തോന്നി ചർച്ച. അതായത് ഈ UDF ജയിച്ചാൽ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകും, ഉപമുഖ്യമന്ത്രിയാകും, ജമാഅത്തെ ഇസ്ലാം ഇതൊക്കെ മറികടന്നിട്ടാണല്ലോ ജനം 102 സീറ്റ് കൊടുത്തത്. ഇനിയും മുസ്ലിം ലീഗ് അവർക്ക് അർഹമായ സംസാരിക്കാൻ ഒരു അറപ്പ് കാണിക്കേണ്ട കാര്യമില്ല. കാരണം ജനം അതിനെ അവരുടെ ജയത്തെ വാല്യൂ ചെയ്യുന്നുണ്ട്.